പാർട്ടിയുടെ ഒരു കാര്യത്തിലേക്ക് പങ്കെടുക്കാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ പറ്റി ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. പിന്നീട് 4 മാസം കഴിഞ്ഞിട്ട് നടപടിയില്ലാത്തതിന്റെ പേര് ഞങ്ങൾ ചോദിച്ച സമയത്ത് ഇവിടെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ മറ്റൊരു ഗ്രൂപ്പായതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ പ്രസിഡന്റായി എനിക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് തുടർന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ദീപാദാസ് മുൻഷി, അതുപോലെ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ KPCC പ്രസിഡന്റ് എല്ലാവർക്കും തന്നെ ലെറ്റർ അയച്ചു ഇവിടുത്തെ സ്ഥിതിഗതികളെ പറ്റിക്കൊണ്ട്. പക്ഷേ ഇത്ര കാലം വരെയും ഒരു നടപടി ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് DCC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. അദ്ദേഹത്തിന്റെ കൈകളിലും കാലിലും മാത്രമല്ല നാവിനടക്കം ഗ്രൂപ്പിന്റെ മുതലാളിമാർ ചങ്ങലക്കിട്ടിരിക്കുക. കോട്ടയം പഞ്ചായത്തിൽ 48 വർഷമായിട്ട് ഇവിടെ ഇതര പാർട്ടികളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അധികാരം വളരെ വിദൂരത്തിലാണ്. അതുപോലെ തന്നെ BJPയുടെ വളർച്ച ഇവിടെ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ആകെയുള്ള സൊസൈറ്റിയാണ്, അതടക്കം പോകാൻ പോവുക. അത്തരത്തിലുള്ള കാര്യങ്ങളെ DCC നേതൃത്വത്തെയും KPCC നേതൃത്വത്തെയും അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഇവിടുത്തെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്തരത്തിൽ ഗ്രൂപ്പിന്റെ മുതലാളിമാരുടെ പെട്ടി പിടിച്ചാൽ മാത്രമേ പാർട്ടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ, അവരെ മാത്രമേ സംരക്ഷിക്കൂ എന്നുള്ള DCC പ്രസിഡന്റ് നിലപാടിനെതിരെയുള്ള പ്രതിഷേധ യോഗമാണ് ഇന്നിവിടെ നടന്നത്. അല്ല, ഞങ്ങളിവിടെ കൂടുന്നത് സിംഗിളായ ഒരു അഭിപ്രായമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷ അഭിപ്രായം എന്താണ്, ഞങ്ങൾ ഇതുവരെ കാത്തുനിന്നു. ഭൂരിപക്ഷ അഭിപ്രായം എന്താണ്, ആ അഭിപ്രായത്തിനൊപ്പമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പുതിയ KPCC പ്രസിഡന്റിന് ഇതൊരു അറിയിപ്പായിട്ട് ഞങ്ങൾ കൊടുക്കുകയാണ്. കാരണം ആൾറെഡി അദ്ദേഹത്തിന് ഒരു ലെറ്റർ ഞങ്ങൾ ആൾറെഡി അയച്ചിട്ടുണ്ട്. ഇനി പുതിയ പ്രസിഡന്റ് വന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടുത്തെ ഗ്രൂപ്പിനെ മാറ്റാനുള്ള ശേഷി സത്യത്തിൽ ആർക്കും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. അത് കെ സുധാകരനും മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ വലുതാക്കി വെച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ കരുത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. ഇന്നലത്തെ നിങ്ങളുടെ പത്രങ്ങളിൽ തന്നെ എഴുതിയിരിക്കുന്നു, എന്നെ എന്തിനു പുറത്താക്കിയെന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാപ്പകൽ പണിയെടുക്കുന്ന പാവപ്പെട്ട താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാത്ത നേതൃത്വമാണ് ഈ കോൺഗ്രസിന്റെ. കാരണം ഓരോ സ്ഥലത്തുനിന്നും 0 ആയി നിന്നവിടെയൊക്കെ 0 ആയി കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കോട്ടയത്തിന്റെ മണ്ഡലം കമ്മിറ്റി. 100% അത് തന്നെയാണ്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഈ ഒരു പഞ്ചായത്തിലല്ല ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവുക. ഒരു ഗ്രൂപ്പ് നേതാക്കളെ മാത്രം താലോലിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് അതിൻ്റെതായ മറുപടിയുണ്ട്. ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം നൽകാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിൽ നിന്നിട്ട് അത് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? കാരണം നമ്മളെ വിശ്വസിക്കുന്ന ഈ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുണ്ട്. അവരുടെ താല്പര്യങ്ങൾക്കാണ് മുൻതൂക്കം. അതിന് ആരാണോ സഹായിക്കുന്നത് ആ സഹായത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലല്ലോ. 100% ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് അവരെ തീരുമാനിക്കാൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ ആ കഴിയുന്ന ശക്തിയോടൊപ്പം പോവാതെ മറ്റു നിവൃത്തി ഉണ്ടാവില്ല.